അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം അധ്യായം 8, 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ഫരിസയർ വന്ന് അവനുമായി തർക്കിക്കാൻ തുടങ്ങി. അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെട്ടു. അവൻ ആത്മാവിൽ അഗാധമായി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല. അവൻ അവരെ വിട്ട് വീണ്ടും വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി. സുവിശേഷ വിചിന്തനം. ഈശോ നമ്മെ വിശ്വാസത്തിലേക്കാണ് വിളിക്കുന്നത്, കണക്കുകളും തെളിവുകളും നൽകിയുള്ള ഉറപ്പുകളിലേക്കല്ല. ഫരിസയർ കണ്ടും തൊട്ടും അനുഭവിക്കാൻ സാധിക്കുന്ന അടയാളങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ ഈശോ നമ്മോട് ആവശ്യപ്പെടുക കുഞ്ഞുങ്ങളുടേതുപോലുള്ള ആശ്രയബോധമുള്ള വിശ്വാസമാണ്. ദൈവത്തെയും ദൈവിക പദ്ധതികളെയും അവ നിവർത്തിതമാകുന്ന കാലത്തെയും പ്രത്യാശയോടെ കാത്തിരിക്കാനാകുമോ? മകനു വേണ്ടി വർഷങ്ങൾ കാത്തിരുന്ന അബ്രഹാമും രക്ഷകന്റെ വരവിനായി തലമുറകൾ കാത്തിരുന്ന ഇസ്രായേൽ ജനതയും പ്രവചനങ്ങൾ പൂർത്തിയാകുന്ന ഒരു കാലത്തിനായി പ്രതീക്ഷയോടെ കാത്തിരുന്നപ്പോൾ രക്ഷ കരഗതമായി. അത്ഭുതങ്ങൾക്കും പുറകെ പോകുമ്പോൾ അന്ധമായി കാരണമൊന്നും കൂടാതെ അവിടുത്തെ വചനങ്ങളിൽ വിശ്വസിക്കാനുള്ള കരുത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ കരുത്തുള്ളവരാണ് യഥാർത്ഥത്തിൽ ധീരനായ ക്രിസ്തു സാക്ഷി, വിശ്വാസി.